നമസ്കാരം. അങ്ങനെ പാലക്കാട് നിന്ന് ജയിച്ച രാഹുൽ മാങ്കൂട്ടവും ചേലക്കരയിൽ നിന്ന് ജയിച്ച UR പ്രദീപും ഇന്ന് MLA മാരായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടം സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ UDF അത്ര ഹാപ്പിയല്ല. അതിനെന്താണ് കാരണമെന്ന് വളരെ വിശദമായി തന്നെ പറഞ്ഞു തരാം. എന്നാൽ UR പ്രദീപ് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ LDF സർക്കാർ ഇരട്ടി ഹാപ്പിയാണെന്ന് മാത്രമല്ല, വളരെ വലിയ ഒരു ആത്മവിശ്വാസത്തിലുമാണ്. നമുക്കറിയാമല്ലോ, ചേലക്കര ഉപതെരഞ്ഞെടുപ്പായിരുന്നു കേരള രാഷ്ട്രീയം ഉറ്റുനോക്കിയിരുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ്. LDFന്റെ കയ്യിൽ നിന്ന് ആ സീറ്റ് UDF പിടിച്ചടക്കുമോ എന്നാണ് എല്ലാവരും നോക്കിയിരുന്നത്. അങ്ങനെ സംഭവിച്ചാൽ വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിൽ LDF സർക്കാർ തകർന്നടിയുമെന്നും ഈ സർക്കാർ അധികാരത്തിൽ നിന്ന് താഴെ ഇറങ്ങുമെന്നുമൊക്കെ കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് നന്നായി പഠിക്കുന്ന രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തിയിരുന്നു. മാത്രവുമല്ല, കോൺഗ്രസ് നേതാവ് KC വേണുഗോപാലും അത് തന്നെയാണ് പറഞ്ഞത്. ചേലക്കരയിൽ ആര് ജയിക്കുന്നുവോ അവരാകും വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിൽ ജയിച്ച് ഈ സംസ്ഥാനം ഭരിക്കാൻ പോകുന്നത് എന്നാണ് പറഞ്ഞത്. പക്ഷേ സംഭവിച്ചത് എന്താണ്? അവിടെ LDF തന്നെ ആ സിറ്റിംഗ് സീറ്റ് പിടിച്ചു നിർത്തി. നല്ല ഭൂരിപക്ഷവും കിട്ടി. UR പ്രദീപ് ജയിച്ച് നിയമസഭയിലേക്ക് എത്തുന്ന സാഹചര്യവും ഉണ്ടായി. അതോടുകൂടി തന്നെ ഇനിയും ഒരു തുടർഭരണ സാധ്യത ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന വസ്തുത പുറത്തു വരുന്ന ഒരു കാഴ്ചയുമൊക്കെ നമ്മൾ കണ്ടു. സിറ്റിംഗ് സീറ്റുകൾ മാത്രമാണ് UDFന് പിടിച്ചു നിർത്താൻ കഴിഞ്ഞുള്ളൂ. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതായത് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിലും 99 സീറ്റിന് മുകളിലേക്ക് ഒരു പക്ഷേ LDF പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇനി UR പ്രദീപ് ജയിച്ചപ്പോൾ എന്തുകൊണ്ടാണ് LDF ഇത്രയധികം ഹാപ്പിയാകാൻ കാരണമെന്ന് ഞാനിപ്പോൾ പറഞ്ഞതിൽ നിന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും. എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടം MLA ആയി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അത്രയധികം ഹാപ്പി അല്ലാത്തത് UDF എന്നുകൂടി പറഞ്ഞു തരാം. അതായത് പാലക്കാട് രാഹുൽ മാങ്കൂട്ടം ജയിച്ചത് ഒരു വലിയ കാര്യം തന്നെയാണ്. എങ്ങനെ ജയിച്ചു എന്നതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ജയിച്ച ശേഷം എന്ത് സംഭവിച്ചു എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഞങ്ങൾ പറഞ്ഞതുപോലെ തന്നെ സിറ്റിംഗ് സീറ്റ് പിടിച്ചു നിർത്തി എന്ന് കൊട്ടി ആഘോഷിക്കുമ്പോഴാണ് SDPI രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചിത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആഹ്ലാദ പ്രകടനം നടത്തിയത്. അതോടുകൂടി തന്നെ രാഹുൽ മാങ്കൂട്ടം എങ്ങനെയാണ് അവിടെ ജയിച്ചത് എന്ന സത്യം ജനങ്ങൾ തിരിച്ചറിഞ്ഞു. വർഗീയ കക്ഷികളുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട, RSSന്റെയും SDPIയുടെയും വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന കോൺഗ്രസിന്റെ കപടമുഖം അവിടെയാണ് പൊളിഞ്ഞു വീണത്. അങ്ങനെ ഒരു നിറവുമില്ലാത്ത വിജയമായി പോയി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെത്. നഷ്ടങ്ങൾ മാത്രമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തെ സ്ഥാനാർത്ഥിയായി അവിടെ കെട്ടിയിറക്കിയത് മുതൽ. വലിയ പൊട്ടിത്തെറികൾ പാലക്കാടിലെ കോൺഗ്രസിൽ നടന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. രാഹുൽ മാങ്കൂട്ടത്തെ സ്ഥാനാർത്ഥിയാക്കിയതിൻ്റെ പേരിൽ എത്രയധികം ആളുകളാണ് ആ പാർട്ടി വിട്ട് ഇറങ്ങിയത്. ആ ക്ഷീണം ചെറുതൊന്നുമല്ല എന്ന് ഇപ്പോൾ നന്നായി തന്നെ VD സതീശനും സുധാകരനുമൊക്കെ മനസ്സിലാക്കുന്നുണ്ടാകും. ഇറങ്ങിയവരൊക്കെ പറഞ്ഞ പല സത്യങ്ങളും ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. കോൺഗ്രസിന്റെ മതേതര മുഖം നഷ്ടപ്പെട്ടു, ഐക്യവും ജനാധിപത്യവും നഷ്ടപ്പെട്ട ഒന്നായി മാറി ഐക്യ ജനാധിപത്യ മുന്നണി എന്ന് തുടങ്ങി സംഘപരിവാർ മുഖം വരെ കോൺഗ്രസിന് വന്നു ചേർന്നു എന്ന വസ്തുത വരെ വെളിപ്പെടുത്തിയ പല നേതാക്കളും, പല കോൺഗ്രസ് നേതാക്കളും ഇറങ്ങിയ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുത. അങ്ങനെ രാഹുൽ മാങ്കൂട്ടം പല രീതിയിലുള്ള കുതന്ത്രങ്ങളൊക്കെ പയറ്റി അവിടെ ജയിച്ചു. ജയിക്കാൻ വേണ്ടി, അദ്ദേഹത്തെ ജയിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെയാണ് ആ സമയത്ത് കോൺഗ്രസ് നടത്തിയതെന്ന് ചോദിച്ചാൽ, ഞങ്ങൾക്കൊപ്പം ഇപ്പോൾ പാലക്കാടിലെ പ്രാദേശിക നേതാക്കൾ ഇല്ല എന്ന ആ ഒരു സത്യം മറച്ചു വെക്കാൻ പല നാടുകളിൽ നിന്ന്, പലയിടങ്ങളിൽ നിന്നൊക്കെ കോൺഗ്രസ് നേതാക്കളെയൊക്കെ കൊണ്ടുവന്നിറക്കിയാണ് വോട്ട് പിടിക്കാൻ വേണ്ടി അവിടെ ശ്രമം നടത്തിയത്. നമുക്കറിയാം, VD സതീശനും ഷാഫിയൊന്നും പോയി ചോദിച്ചാൽ മിക്കവാറും പല കോൺഗ്രസ്സുകാർ പോലും വോട്ട് നൽകാൻ സാധ്യതയില്ല. അത് തന്നെ അവരും വിലയിരുത്തിയിരുന്നു. അതുകൊണ്ട് അവർക്കിഷ്ടപ്പെടുന്ന നേതാവ് ആരാണ്, അവരെ ഈ പറയുന്ന കോൺഗ്രസ് നേതാക്കൾ, കോൺഗ്രസ് കുടുംബങ്ങളിൽ കൊണ്ടുപോയി അവതരിപ്പിക്കുക, അവരെയും കൊണ്ട് വോട്ട് ചോദിപ്പിക്കുക. അതായിരുന്നു അവർ പയറ്റിയ തന്ത്രം. ആ പൊട്ടിത്തെറിക്കിടയിൽ അങ്ങനെ പല നേതാക്കളെയൊക്കെ കൊണ്ടുവന്ന് ഇറക്കിയാണ് പല കോൺഗ്രസ് കുടുംബങ്ങളിൽ നിന്നുള്ള വോട്ടുകളൊക്കെ സമാഹരിക്കാൻ വേണ്ടിയൊക്കെ ശ്രമം നടത്തിയത്. പക്ഷേ ആ ശ്രമങ്ങൾ വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിൽ പയറ്റാൻ കഴിയില്ല. കാരണം ഇതൊരു ഉപതെരഞ്ഞെടുപ്പായതുകൊണ്ട് പല നേതാക്കളെയൊക്കെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ജനങ്ങളെ പറ്റിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷേ 2026 നിയമസഭാ ഇലക്ഷനിലോ ഓരോ മണ്ഡലത്തിലും ഓരോ സ്ഥാനാർത്ഥികൾ ഉണ്ടാകും. അപ്പോൾ ആ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ ആ നാട്ടിലെ പ്രാദേശിക നേതാക്കളൊക്കെ ആയിരിക്കും രംഗത്തേക്ക് ഇറങ്ങുക.
അങ്ങനെ വരുമ്പോൾ ഇക്കുറി നടക്കാൻ പോകുന്ന 2026 പാലക്കാടിൽ നടക്കാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിൽ രാഹുൽ മാങ്കൂട്ടം തന്നെ മത്സരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി വോട്ട് പിടിക്കാൻ പാലക്കാടിൽ നിന്ന് ഒരു നേതാവും കാണില്ല എന്ന കാര്യം നന്നായി തന്നെ സതീശന് ഇപ്പോഴാണ് മനസ്സിലാക്കുന്നതെന്ന് മാത്രമല്ല ആളും ആരവവും ഒഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നന്നായി തന്നെ അത് വ്യക്തമായി തന്നെ സതീശനും സംഘത്തിനും മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇപ്പൊ തന്നെ രാഹുൽ മാങ്കൂട്ടം MLA ആയി സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി അങ്ങ് ട്രിവാൻഡ്രത്തേക്ക് പോകാൻ നിൽക്കുമ്പോൾ അവിടെ വലിയൊരു ജനസമൂഹത്തെ, ഒരു വലിയ കോൺഗ്രസ്സുകാരുടെ കൂട്ടത്തെ കാണാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? വേറൊന്നും കൊണ്ടല്ല. നമ്മൾ നേരത്തെ കണ്ടുകൊണ്ടിരുന്നത് പത്തനംതിട്ടയിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ നാട്ടിലെ കോൺഗ്രസ്സുകാരെ ആയിരുന്നു. പാലക്കാടിലെ കോൺഗ്രസ്സുകാരൊക്കെ പാലക്കാടിലെ കോൺഗ്രസിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് എന്ന വസ്തുത നമുക്ക് ഇപ്പോൾ വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. DCC പ്രസിഡന്റ് പോലും രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ നിലപാടായിരുന്നില്ലല്ലോ സ്ഥാനാർത്ഥി ആക്കുന്ന സമയത്തൊക്കെ ആദ്യമൊക്കെ സ്വീകരിച്ചിരുന്നത്. പിന്നീട് അദ്ദേഹത്തിന്റെ നിലപാടുകളൊക്കെ മാറുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. പല ആളുകളും പല നേതാക്കളും രാഹുൽ മാങ്കൂട്ടത്തിനോട് പല രീതിയിലുള്ള ഭിന്ന അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്ന കാഴ്ചയൊക്കെ നമ്മൾ ഇലക്ഷൻ സമയത്ത് തന്നെ കണ്ടതാണ്. മാത്രമാണോ രാഹുൽ മാങ്കൂട്ടത്തെ സത്യത്തിൽ കോൺഗ്രസിലെ പല നേതാക്കൾക്കും പേടിയല്ലേ? വേറെ ഒന്നും കൊണ്ടല്ല, വാ തുറന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും രീതിയിലുള്ള ആരെങ്കിലും വ്യക്തിഹത്യ ചെയ്തുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കളയുമോ എന്ന ഭയത്തിലാണ് പലരും. കരുണാകരന്റെ ഭാര്യയെ മ്ലേച്ഛമായ ഭാഷയിൽ ആക്ഷേപിച്ച രാഹുൽ മാങ്കൂട്ടത്തെ ഇന്നും മറന്നിട്ടില്ല പലരും. പേടിയാണ്. അതുകൊണ്ട് ഇനി MLA ആയ ശേഷം എന്തൊക്കെയാണോ കാണിച്ചു കൂട്ടാൻ പോകുന്നതെന്ന ഭയപ്പാട് നന്നായി കോൺഗ്രസിനെ വേട്ടയാടുന്നുണ്ടാകും. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം ജയിച്ച് MLA ആകുമ്പോൾ കോൺഗ്രസിനുള്ളിൽ വലിയ ആദിയാണ്. വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കി ഇനിയും പ്രതിസന്ധിയിലാക്കുമോ എന്ന ഭയമാണ്. ഇനി VD സതീശനും സുധാകരനുമുള്ള മറ്റൊരു ഭയം വേറൊന്നുമല്ല. അതായത് ഞങ്ങൾ മലമറയ്ക്കും എന്നായിരുന്നല്ലോ ഹൈക്കമാൻഡിനോട് പറഞ്ഞിരുന്നത്. ചേലക്കര പിടിച്ചടക്കും, രമ്യ ഹരിദാസിനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് അയക്കും എന്നൊക്കെയാണ് പറഞ്ഞത്. ഇപ്പൊ രമ്യ ഹരിദാസ് വീട്ടിലിരിക്കുകയാണ്, UR പ്രദീപ് നിയമസഭയിൽ. അതിൽ നിന്ന് തന്നെ ഒരു കാര്യം വ്യക്തമല്ലേ? VD സതീശനെയും സുധാകരനെയും നിർത്തിക്കൊണ്ട് വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിൽ ഒരു LDFന്റെ സീറ്റ് പോലും പിടിച്ചടക്കാൻ പറ്റില്ല എന്ന കാര്യം വളരെ വ്യക്തമായി തന്നെ ഈ ഉപതെരഞ്ഞെടുപ്പോട് കൂടി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. തങ്ങൾക്ക് ഈ സംസ്ഥാനം പിടിച്ചടക്കാൻ കഴിയില്ല എന്ന് VD സതീശനും സുധാകരനും നേരത്തെ തന്നെ മനസ്സിലായതാണ്. അതുകൊണ്ടല്ലേ VD സതീശനും സുധാകരനും 24 മണിക്കൂറും പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങൾ പുതുപ്പള്ളി പിടിച്ചു, ഞങ്ങൾ തൃക്കാക്കര പിടിച്ചു, ഞങ്ങൾ പാലക്കാട് പിടിച്ചു, ഞങ്ങൾ വയനാട് പിടിച്ചു എന്നൊക്കെയല്ലേ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഈ പിടിച്ച സീറ്റുകളൊക്കെ സിറ്റിംഗ് സീറ്റുകൾ തന്നെയാണ്, അല്ലാതെ LDFന്റെ സീറ്റൊന്നുമല്ല. അങ്ങനെ LDFന്റെ സീറ്റ് പിടിച്ചടക്കിക്കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ വീരവാദം പറയുന്നതെങ്കിൽ പറയാം, നിങ്ങൾ ഇതുവരെ സംസ്ഥാന സർക്കാരിനെതിരെ പറഞ്ഞിരുന്ന മുഴുവൻ നുണകളും ജനങ്ങൾ വിശ്വസിച്ചുവെന്ന്. പക്ഷേ ചേലക്കരയിലെ റിസൾട്ട് എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങൾ ഇതുവരെ സംസ്ഥാന സർക്കാരിനെ കടന്നാക്രമിച്ചു പറഞ്ഞതിൽ മുഴുവൻ ജനങ്ങൾക്ക് നിങ്ങളോട് അതൃപ്തിയുണ്ട്. നിങ്ങളുടെ നുണ തിരിച്ചറിഞ്ഞിരിക്കുന്നു. നിങ്ങളോട് ജനം പ്രതിപക്ഷത്ത് തന്നെ ഇരിക്കാൻ അവർ പറയുന്നു വീണ്ടും വീണ്ടും എന്ന് തന്നെയാണ് പറയാനുള്ളത്. അത് നന്നായി തന്നെ VD സതീശനും സംഘത്തിന് മനസ്സിലായിരിക്കുകയാണ്. VD സതീശനും സംഘവും സംഘപരിവാർ കൂട്ടുകാരാണ് ഈ പറയുന്ന LDF സർക്കാർ എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നടത്തിയ പല നീക്കങ്ങളും അത് കോൺഗ്രസിന് തന്നെ വലിയ തലവേദനയായി മാറിയിട്ടുണ്ട് എന്ന് പറയുന്നവരാണ് കോൺഗ്രസിൽ ഇപ്പോൾ അധികം പേരും. സംഘപരിവാറിനൊപ്പം അവരാണ് കൂട്ടുകെട്ടെന്ന് പറഞ്ഞു നടന്ന അവസാനം കോൺഗ്രസും സംഘപരിവാറും തമ്മിലുള്ള ബന്ധമാണ് പുറത്തു വന്നത്. അതോടുകൂടി തന്നെ വീണ്ടും സംഘപരിവാറിന്റെ കൂട്ടുപിടിച്ച കോൺഗ്രസ് ഒരു പരുവത്തിലായി. ഗോൾവാക്കറുടെ പരിപാടിയിലൊക്കെ പോയി ഉദ്ഘാടനം ചെയ്തിട്ടുള്ള VD സതീശനും RSS ശാഖയ്ക്ക് കാവൽ നിന്നിട്ടുണ്ടെന്ന് പറഞ്ഞ സുധാകരനുമൊക്കെ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയെ ഒരു സംഘപരിവാർ പരിവേഷത്തിലേക്ക് കൊണ്ടുപോയി എത്തിച്ചു എന്നുള്ളതാണ് വസ്തുത. അതിലൊക്കെ കടുത്ത അതൃപ്തി കോൺഗ്രസ്സുകാർക്കിടയിൽ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഏൽക്കേണ്ടി വന്ന തിരിച്ചടിയിൽ ഹൈക്കമാൻഡ് ഒരു നേതൃത്വ മാറ്റം ആവശ്യപ്പെടണം എന്ന പല ആവശ്യങ്ങളുമാണ് കോൺഗ്രസിലെ പല നേതാക്കളും മുന്നോട്ട് വെക്കുന്നത്. ഇതിനുവേണ്ടി ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ AI ഗ്രൂപ്പ് നല്ല രീതിയിൽ തന്നെ ഈ സതീശൻ ഷാഫി പക്ഷത്തിനെതിരെ നീങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് K സുധാകരനെ മാറ്റിയിട്ട് അവിടെ മുരളീധരനെ കൊണ്ടുവരണം, K മുരളീധരനെ കൊണ്ടുവരണം എന്ന ആവശ്യം ഒരു പക്ഷം ഉയർത്തുകയാണ്. VD സതീശനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇനിയും മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ് തകർന്നടിഞ്ഞു വീഴും, കോൺഗ്രസിനൊരു മൊത്തത്തിൽ ഒരു സംഖ്യമുഖം വന്നു ചേരുമെന്ന് വാദിക്കുന്നവർ നിരവധിയാണ്. അപ്പോൾ ഹൈക്കമാൻഡ് ഒരു നേതൃമാറ്റം ആവശ്യപ്പെടാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. അങ്ങനെ വന്നാൽ VD സതീശനും സുധാകരനും ഒക്കെ പ്രതിരോധത്തിലായി പോകും. അതുകൊണ്ട് മൊത്തത്തിൽ ആകെ കോൺഗ്രസ് പെട്ട അവസ്ഥയിലാണ്.
തങ്ങളുടെ ഇഷ്ടക്കാരെ തിരികെ കയറ്റി തങ്ങളുടെ റൈറ്റ് ഹാൻഡുകളെയൊക്കെ ജയിപ്പിച്ച് അവരെയൊക്കെ ഇങ്ങനെ അധികാര കസേരയിലേക്ക് പറഞ്ഞയക്കാൻ വേണ്ടി അവരുടെ സ്വന്തം എന്താ പറയാ അവർക്കൊക്കെ കൊടുത്ത ചുമതലകൾ ദുരുപയോഗം ചെയ്തത് നന്നായി തന്നെ പലരും മനസ്സിലാക്കുന്നു. ഇവരുടെയൊക്കെ ശരിക്കും സ്വാർത്ഥ താല്പര്യവും അതുപോലെ തന്നെ ഏകാധിപത്യ മനോഭാവവും ഒക്കെ ഇപ്പോൾ പ്രവർത്തകർക്ക് നന്നായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി ഇവർ വെച്ച് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ എന്തായാലും അടുത്ത പ്രതിപക്ഷ നേതാവ് ആരാണെന്ന് മാത്രം അങ്ങ് കണ്ടെത്തിയാൽ മതി, ആരാണെന്ന് മാത്രം എല്ലാവരും കൂടിയിരുന്ന് തീരുമാനിച്ചാൽ മതി എന്ന ഒരു വസ്തുത എന്തായാലും കോൺഗ്രസിലെ പല ആളുകളും തിരിച്ചറിയുന്നു എന്നുള്ളതൊരു വസ്തുതയാണെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.